ഇല്ലത്തേക്ക് എത്ര ദൂരം ഉണ്ടാവും? 10 അടി കൂടി നടന്നാൽ എന്നെ ചെത്തും. തിരുമേനിയെ ചെത്താൻ തിരുമേനി എന്താ വല്ല ആപ്പളോ വൈരാപ്പളോ വല്ലോ ആണോ? അതല്ല, എന്നെ നാഷണൽ ഹൈവേ എത്തുന്ന. നാഷണൽ ഹൈവേ രമ ഓതമ്പ്ര. അതൊരു ക്രിക്കറ്റ് കളിക്കാരനല്ലേ? അത് ബോംബ്ര, ഇത് ഓംബ്ര. ഓതമ്പ്ര എന്ന് പറഞ്ഞതാണ്. ആയിക്കോട്ടെ. തിരുമേനി എന്താ രാമ? അയ്യോ, ഇല്ലത്തേക്ക് ഒരുപാട് ദൂരം ഉള്ളതല്ലേ? ഒരു 2 പെഗ് അടിച്ചിരുന്ന നടക്കാൻ ശിവ ശിവ, എന്താ ഈ പറഞ്ഞ മദ്യപിക്കുക? ഈ മദ്യം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? മദ്യപിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പറയുകയാണ്, മദ്യം എന്ന് പറഞ്ഞാൽ സാത്താന്റെ മൂത്രമാണ് മദ്യം. ഈ സാത്താന് കിട്ടാൻ വല്ല മാർഗമുണ്ട്? എന്തിനാ രാമ? വിളിച്ച് വീട്ടിൽ കൊണ്ട് നിർത്താൻ. അപ്പൊ അടിക്കണമെന്ന് നമ്മൾ മൂത്രം ഒഴിപ്പിക്കുക കുടിക്കുക, മൂത്രം ഒഴിപ്പിക്കുക കുടിക്കുക. ഈ ബിയറേജിൽ കിടന്ന് തള്ളണ്ടല്ലോ. ഭക്ഷണത്തിന് പറയാതിരിക്കുക. അല്ല, അതിനൊരു സംശയമുണ്ട്. ചോദിക്കുക. ഈ സാത്താൻ ബിയറുമുള്ളൂ? എന്തൊക്കെ രാമ വന്നിരുന്ന് പറയണത്? ഭക്ഷണത്തിന് മാത്രമേ വരുള്ളൂ. ആ തിരുമേനി കിട്ടിയോ? ഇല്ല. ആരാ മനസ്സിലായില്ല? ഇല്ലേ? ഇല്ല. അവനറിയോ ഈ ആളെ? പിന്നെ അറിയുമോ? തൊഴിലുറപ്പിന് പഠിക്കുന്ന പോകുന്ന ചേച്ചിയില്ലേ? തൊഴിലുറപ്പിന് പോണ നല്ല കാര്യമില്ല. നല്ലൊരു കയ്യടിയാണ് കൊടുക്കുക. എല്ലാവർക്കും നല്ല കൈ കൊടുക്കുക. തിരുമേനി വേറെ വിഷയമുണ്ട്. കഴിഞ്ഞ ദിവസം രാവിലെ 8 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെ തെങ്ങിന് തടം പറ്റി. വൈകിട്ട് 5 മണിക്ക് ശേഷം മുകളിലേക്ക് നോക്കിയപ്പോൾ തെങ്ങിന് മണ്ണിലാണ്. ദൈവത്തെ ഓർത്ത് തൊഴിലുറപ്പിന് പോകണ്ട കേട്ടോ. നഷ്ടം വരുത്താൻ വേണ്ടി ഇറങ്ങി പോവാ. അതെ, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ രാമൻ കൊടുത്തിരിക്കുന്ന മുണ്ട് എങ്ങനെയുണ്ട്? ഇതേ എന്റെ മുണ്ടാണോ? നോം കൊടുത്ത മുണ്ട. എന്താ രാമ? തിരുമേനിയുടെ മുണ്ടാന്ന് പറഞ്ഞാൽ എനിക്കല്ലേ നാണക്കേട്. ദൈവത്തെ തിരുമേനിയുടെ മുണ്ടോന്ന് ആരും മിണ്ടണ്ട. ഇല്ല, മിണ്ടണില്ല. അടിക്കണ കാര്യം എങ്ങനെ നടന്നിട്ടൊരു ഉത്സാഹം കിട്ടുന്നില്ല. നടക്കാം രാമ. തിരുമേനി എന്താ രാമ? അടിക്കാൻ വല്ല മാർഗമുണ്ട്? അത് പറ. താനത് വിടുക. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ രാമ, താൻ മദ്യപിച്ചിട്ട് വീട്ടിൽ ചെല്ലുമ്പോ തന്റെ ഭാര്യയുടെ അവസ്ഥ എന്താ താൻ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അവള് KGF അല്ലേ? KGF എന്താ മനസ്സിലായില്ല? വയലൻസ് വയലൻസ് വയലൻസ്. അപ്പൊ താനോ? സൈലൻസ് സൈലൻസ്. അതായിരിക്കും നല്ലത്. ആരോഗ്യത്തിന് നല്ലതായിരിക്കും. ഇനി ഇരിക്കണ ആരെങ്കിലും പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ രാമ? പിന്നെ പുള്ളി കഴിഞ്ഞ ദിവസം എന്റെ വാട്സാപ്പിലേക്ക് ഒരു മെസ്സേജ്. എന്താ പേരെന്താ? എന്താ എന്റെ പേരെന്താ? പേരെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വാട്സാപ്പിലേക്ക് എന്താ മെസ്സേജ് അയച്ചത്? ഹണീബിയുണ്ട് പെട്ടെന്ന് വരാൻ. പിന്നെ ഞാനൊരു കുപ്പി വെള്ളം ടച്ചിക്സും മേടിച്ച് ഓടിച്ച് വീട്ടിൽ ചെന്നപ്പം പുള്ളി ഒരു തേനീച്ചക്കൂട് കാണിച്ചത് ഇല്ലേ ഇരിക്കുന്ന കടയിൽ പറപ്പിച്ചു കൂടാ. പണ്ടത്രായി പോയിട്ടോ, വെറുതെ കൊതിപ്പിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അതെ അതെ അതെ. ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്താ ഈ രാമൻ കൊടുത്തിരിക്കുന്ന മുണ്ട എങ്ങനെയുണ്ടാ? ഇതൊന്നും പുള്ളിയോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ? അല്ല, എങ്ങനെയുണ്ട് മുണ്ട? ഇതേ എന്റെ മുണ്ടല്ലാട്ടോ, രാമന്റെ മുണ്ട് തന്നെയാ. ഇപ്പൊ കുഴപ്പമില്ലോ. തിരുമേനിയുടെ മുണ്ടല്ല, രാമന്റെ മുണ്ടാണെന്ന് അറിയാവുന്നത് കേൾക്കുന്നവർക്ക് അറിയാമല്ലേ? ഈ തിരുമേനിയുടെ മുണ്ടാണ്. എന്നെ നാട്ടിക്കാൻ വേണ്ടി കൊടുത്തി എന്താ വേണ്ടേ? ഒന്നും വേണ്ട. അയ്യോ, തിരുമേനി ഒരു കാര്യം പറയാൻ പറഞ്ഞു. എന്താ രാമ? തിരുമേനി നമ്മുടെ മേപ്പാട്ടിലത്തെ ഭാമത്തമ്പരാട്ടി ഒന്ന് അന്വേഷിച്ചെന്ന് പറയാം. ശിവ ശിവ, നോം എന്താ ഈ കേൾക്കണ? ഭാമത്തമ്പരാട്ടി നമ്മൾ തിരക്കിലായിട്ട് പറഞ്ഞു. എന്താ രാമ പറഞ്ഞത്? തിരുമേനിയെ കണ്ടാൽ പൃഥ്വിരാജിനെ പോലുണ്ടത്രേ. അത് ശരി തന്നെ. ഈ സന്തോഷ വാർത്ത ഇപ്പൊ നമ്മോട് പറഞ്ഞ രാമന് നോമ്പ് എന്താ കൊടുത്തരിക? തിരുമേനിയുടെ ഇഷ്ടം. തൃശ്ശൂരിനുള്ള 10 ഏക്കർ നെൽപ്പാട് അങ്ങോട്ട് പതിച്ചെടുക്കുക. പിന്നെ മുദ്രപത്രവും മഷീൻ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. തിരുമേനിക്ക് പതിച്ചോളുക. പതിച്ചിരിക്കുമ്പോ എന്താ രാമന് സന്തോഷമായില്ലേ? സന്തോഷമായി. ആഹാ, ഈ മനുഷ്യന് പുറകെ വന്നിരിക്കുവാണോ? ഈ വെള്ളം ഷർട്ടിട്ടാണ് ഈ ബിന്ദുവാണോ? ഈ ബിന്ദു എന്താ അറിയോ? അറിയുമോ? തിരുമേനിക്ക് കാര്യമോ? എന്റെ അച്ഛൻ മരിച്ചെടുക്കുക. ഇനി എന്റെ അച്ഛനെ കാണാൻ പറ്റില്ലോ ദൈവമേ എന്ന് ഞാൻ സങ്കടപ്പെട്ടു വരികയോ. ഈ മനുഷ്യൻ വന്നിട്ട് എന്റെ തോളം തട്ടിട്ട് പറഞ്ഞു, രാമ വിഷമിക്കണ്ട, മരിച്ചുപോയ അച്ഛനെ കാണണമെങ്കിൽ രാത്രി ആകാശത്തേക്ക് നോക്കിയാൽ മതി, നക്ഷത്രമായിട്ട് കാണാൻ. ഞാൻ അച്ഛനെ അടക്കി രാത്രി 10 മണിയായപ്പോൾ അച്ഛനെ കാണാനുള്ള ആകാശം ആകാശത്തേക്ക് നോക്കിയപ്പോൾ എന്നതാ നിറച്ച് നക്ഷത്രം. ഞാൻ ഒറ്റ തന്നേക്ക് വരുന്നവരെന്നല്ലേ ഈ പുള്ളി പറഞ്ഞില്ല. പറയാൻ പറഞ്ഞു. തിരുമേനി നമ്മുടെ കിള്ളിക്കുറിശി മലയിൽ മഞ്ജുത്തമ്പുരാട്ടി കൂടിയ അന്വേഷിച്ചെന്ന് പറയുന്നത്. തിരുമേനിയെ കണ്ടെടുക്കാൻ തോന്നില്ല. ഈ സന്തോഷ വാർത്ത നമ്മോട് പറഞ്ഞ രാമൻ നോമ്പി എന്താ അങ്ങോട്ട് തരിക? തിരുമേനിയുടെ ഇഷ്ടം. എന്നാ പിന്നെ പണി ചെയ്യുക, നമ്മുടെ ഇല്ലത്തോട് ചേർന്ന് നടക്കുന്ന സ്ഥലം അങ്ങോട്ട് പതിച്ചെടുക്കുക. മൈൻഡ് മാറിനും വച്ചോളുക. മൈൻഡോ? അല്ല, പെട്ടെന്ന് വെച്ചു. ഇതാ പതിച്ചിരിക്കണം. എന്താ രാമന് സന്തോഷമായി? സന്തോഷമായി. എന്നാ പിന്നെ നടക്കുക. അല്ല തിരുമേനി ഈ വൈദ്യശാസ്ത്രത്തിലൊക്കെ അനാഥ പണ്ഡിത്തുള്ള ആളല്ലേ? അതിനൊരു സംശയം. എന്താ ചോദിക്കുക? ഈ സ്ത്രീകൾ പൊതുവെ എപ്പോ പ്രസവിക്കുന്നതാണ്? കല്യാണം കഴിഞ്ഞിട്ട് പ്രസവിക്കായിരിക്കും നല്ലത്. അതാവുമ്പോ പേര്